ഞാനെൻ്റെ പ്ലാവിൽ ചക്ക ഉണ്ടായി, പുതിയ ചക്ക. അത് ശരിയായിരുന്ന ചക്കയാണോ എന്നൊന്നും അറിയത്തില്ല. അത് നോക്കാൻ വേണ്ടി വന്നപ്പം കണ്ടോ നമ്മുടെ ബാക്കിൽ നമ്മുടെ അയൽവാസിയുടെ കുതിര നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും പുറകിൽ അതിര് സ്ഥലത്താണ്. അവിടെ ഒരു തൈപ്ലാവ് ആദ്യമായിട്ട് കായ്ച്ചു. അപ്പോൾ അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കാണാൻ വന്നപ്പോഴാണ് നമ്മുടെ അയൽവാസിയുടെ കുതിര ഇങ്ങോട്ട് വന്നത്. ഈ ചെറിയ പ്ലാവാണ് കേട്ടോ കായ്ച്ചത്. നമ്മുടെ മറ്റേ പ്ലാവ് തടിയേൽ ചക്ക ഉണ്ടായി, അതൊക്കെ ഒരുമാതിരി മുഴുക്കുന്നുണ്ട്. പറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ വലിയ ചക്കയാന്ന് പറഞ്ഞ് നമ്മൾ ബണ്ണിങ്സിൽ നിന്ന് കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചാണ്. ചെറുതായിരുന്നപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഇലയുടെ അറ്റത്തൊക്കെ ചക്ക ഉണ്ടായത് കാരണം ഇത് പൊഴിഞ്ഞു പോകുമോ എന്നാണ് എൻ്റെ പേടി. കാരണം വേറൊരു തൈപ്ലാവേൽ ഇതുപോലെ ഇന്നാളുണ്ടായിട്ട് അത് പൊഴിഞ്ഞു പോയി. പിന്നെ ഈ വർഷം അതേലൊട്ടും കായ ഉണ്ടായുമില്ല. ഇതേലും ഇങ്ങനെ വലിയ ചക്കയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കായ്ച്ചുകൊണ്ടായിരിക്കും അടുത്ത വർഷം തൊട്ട് ശരിയാകുമെന്ന് വിചാരിക്കുന്നു. വലിയതായിട്ട് നീളമുള്ള ചക്കയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ഇലയുടെ അറ്റത്തൊക്കെ ആയതുകൊണ്ട് ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല. ശരിയാകുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ പൊഴിഞ്ഞു പോകുമായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് ഒരു കുതിരയെ അല്ലെങ്കിൽ ഒരു പശുവിനെയൊക്കെ ഇതുപോലെ പെറ്റായിട്ട് അവരുടെ വീട്ടിൽ വളർത്തുന്ന അരുമ മൃഗമായിട്ട് വളർത്തുന്ന കേട്ടോ. അങ്ങനെ വളർത്താനുള്ള അനുവാദമുള്ളൂ. അപ്പം നമ്മുടെ അയൽവാസിയുടെ കുതിര എന്ത് ഭംഗിയാന്ന് നോക്കിക്കോ. ഒത്തിരി പ്രായമുള്ള കുതിരയൊന്നും അല്ല കേട്ടോ, ഇതൊരു ചെറിയ കുതിരയാണ്. അവരതിന് ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരെയൊക്കെ ഉപദ്രവിച്ചാലോ എന്ന് കരുതി എല്ലാം കെട്ടി പൂട്ടി അടച്ചൊക്കെയാണ് വെക്കുന്നത്. എൻ്റെ മോൾക്ക് ഇതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കുതിരയെ അടുത്ത് കണ്ടു എന്ന് പറഞ്ഞ് അവളെ കാണിക്കാൻ എടുത്ത വീഡിയോ. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.